ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കുറേ നാളിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. ഭയങ്കര തിരക്കായിപ്പോയി കുറേ ദിവസം. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനോ വീഡിയോ എടുക്കാനോ ഒന്നും നേരം ഉണ്ടായിരുന്നില്ല. കുറേ കാര്യങ്ങൾ നടന്നു കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ. അപ്പം ഇതൊക്കെ ഓൾറെഡി എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു, ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു, പക്ഷേ ബർത്ത്ഡേക്ക് ഒരു വീക്ക് മുന്നേ നമ്മൾ മോളുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡേയിലെ ഒരു വ്ളോഗാണിത്. അപ്പം ആദ്യം നമ്മൾ റെഡിയായി. മോളാണെങ്കിൽ ജസ്റ്റ് ഉറങ്ങി, അവൾക്കൊരു മൂഡുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഉച്ചയ്ക്കൊരു 3 മണിക്ക് ശേഷമാണ് ഇറങ്ങിയത്. അപ്പോൾ ആ നേരത്തെ അവൾ ഉറങ്ങുന്ന നേരമാണ്. അപ്പോൾ നല്ലോണം ഉറങ്ങി, ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചതാണ് ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഒരു തീരെ മൂടുണ്ടായിരുന്നില്ല മോൾക്ക് കണ്ട. അപ്പം നമ്മൾ ജസ്റ്റ് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ റീലൊക്കെ ആക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടിയിൽ കയറിയപ്പോൾ മോൾ ഉഷാറായി. അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, ആക്ച്വലി വീഡിയോ അല്ല, ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ജയ്ജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരൻ. ആളാണ് എടുക്കുന്നത്. ആൾ ഓൾറെഡി നമ്മൾ ക്രിസ്മസിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടും വിളിച്ചത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മളിതാ ഈ വണ്ടിയിൽ കയറിയപ്പോൾ മോള് ചിരിയും കളിയൊക്കെ തുടങ്ങി. ജസ്റ്റ് ഡ്രസ്സ് ചെയ്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല കുഞ്ഞിന്. കാരണം അവളെ മൂടൊട്ടും ശരിയുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഡ്രസ്സ് ചെയ്ത് പുറത്തിറങ്ങി. ഞാനും ഏട്ടനും മോളും അങ്ങനെ പോവാണ്. ഇങ്ങനെ പോയി. നമ്മൾ എടുക്കാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അൽക്കവനീജിലുള്ള മുഷ്രിഫ് പാർക്കിലാണ് നമ്മൾ പോകുന്നത്. ആക്ച്വലി നമ്മളെ വീടിന് തൊട്ട് മുന്നിലൊരു പാർക്കുണ്ട്. പിന്നെ അവിടെ ക്രൗഡഡ്, കാരണം സൺഡേ ആണ് നമ്മൾ എടുക്കാൻ പോയത്. അപ്പോൾ അന്ന് ആൾക്കൂട്ടം ഉണ്ടാവുമെന്ന് വെച്ചിട്ട് നമ്മൾ അവിടുന്ന് ഒഴിവാക്കി മുഷ്രിഫ് പാർക്കിലേക്ക് പോയതാണ്. കാരണം ഈ മുഷ്രിഫ് പാർക്കിൽ എന്ന് പറയുന്നത് കുറേ ഏരിയ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുകൊണ്ട് അധികം എല്ലാ സ്ഥലത്തും അങ്ങനെ ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്നത് കണ്ടിട്ടില്ല നമ്മൾ മുന്നേ പോയപ്പോൾ. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഏരിയ ചൂസ് ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ താമസിക്കുന്നത് ദുബായ് അൽനാദയിലാണ് താമസിക്കുന്നത്. അവിടുന്ന് നമ്മൾ വന്ന് ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിസൈസ് മെട്രോ സ്റ്റേഷൻ്റെ കിസൈസ് അല്ല, ഫ്രീ സോൺ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ട് താഴെയാണ്. അവിടെ ഒരു ഷോപ്പുണ്ട്. അവിടുന്ന് ഹീലിയം ബലൂൺ ഏട്ടൻ വാങ്ങി വരികയാണ്. കാരണം മോളുടെ 3 കോസ്റ്റ്യൂമാണ് മോൾക്കുള്ളത്. അതിൽ സെക്കൻഡ് കോസ്റ്റ്യൂം ഒരു പർപ്പിൾ കളറാണ്. അപ്പോൾ ആ ഒരു കളറിന് നമുക്ക് കുറച്ച് ഫോട്ടോ ഐഡിയാസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏട്ടൻ ഹീലിയം ബലൂണ് 2 വാങ്ങി വന്നു. ഞാൻ ചിരിക്കുന്നതിൻ്റെ കാരണം പറയാം ഞാൻ. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് പാർക്കിലേക്ക് എത്തിയതിന് ശേഷം മോളുടെ സ്ട്രോളർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് നടക്കാനുണ്ട് ഈ പാർക്കിൽ. അപ്പം കുഞ്ഞിനെ എടുത്ത് നടക്കണ്ടല്ലോ എന്ന് വെച്ച് സ്ട്രോളർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനോട് ഏട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ പാടെ എൻ്റെ കുഞ്ഞിനെ സ്ട്രോളറിൽ ഇരുത്തിയിട്ട് എൻ്റെ കയ്യിൽ ഈ ഹീലിയം ബലൂൺ തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ആ സ്ട്രോളറിൻ്റെ ബാക്കിൽ നമ്മൾ പിടിക്കുന്ന വശത്ത് ജസ്റ്റ് ഒന്നത് കെട്ടിവെക്ക്, അധികം ടൈറ്റായിട്ട് കെട്ടല്ലേ, അങ്ങനെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ ഊരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ശരി ഏട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കെട്ടിയതേ ഉള്ളൂ. ഒരു കാറ്റ് വന്നു, അപ്പോൾ ഈ 2 ഹീലിയം ബലൂണും പറന്നുപോയി. അങ്ങനെ ജസ്റ്റ് വോയിസ് ബ്രേക്കായി. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ അത് പറന്നുപോയി. എൻ്റെ ദൈവമേ, എന്നെ ഏട്ടൻ കൊന്നിട്ടില്ല എന്നേ ഉള്ളൂ. അത് എന്നോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ ആ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ നന്നായി ടൈറ്റായിട്ട് കെട്ടിയേനെ. പക്ഷേ ഏട്ടൻ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു ഇറങ്ങിയപ്പോൾ തന്നെ ഏട്ടൻ അറിയാം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സാവും എന്നുള്ളത്. കാരണം എൻ്റെ സ്വഭാവം അറിയുന്നതുകൊണ്ടായിരിക്കണം ഏട്ടൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ ശരി ഏട്ടാന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് ഇങ്ങനെ കെട്ടി വരുമ്പോൾക്ക് നല്ലൊരു കാറ്റ് വന്ന് പോയി. ബലൂണ് പറന്നങ്ങോട്ട് പോയി. അങ്ങനെ 2-3 ചീത്തയൊക്കെ കൊണ്ട്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയൊരു മരത്തിൻ്റെ മേലെ പോയി കുടുങ്ങിയിട്ടാണ്. എന്നിട്ട് ഏട്ടനാകെ ഡൗൺ ആയി. കാരണം നമ്മളൊരു ഫോട്ടോ ഐഡിയ ഉണ്ടായിരുന്നു ബലൂൺ വെച്ചിട്ട്. അപ്പം ഈ പുള്ളിക്കാരനോട് നമ്മൾ പറഞ്ഞപ്പം ജിജേഷ് എന്നങ്ങനെ വിളിക്കുന്നത്, നമ്മൾ ജയ്ജേഷ് എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ ആയി. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല, നമുക്കത് എഡിറ്റ് ചെയ്ത് കയറ്റാലോ ബലൂൺ. ആ ഒരു ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം ലാസ്റ്റ് കേട്ടോ. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് ഇപ്പം ജസ്റ്റ് നമ്മൾ ഈ ഒരു 1 എന്നുള്ളത് നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്തായിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള സംഭവമായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ വെച്ചിട്ട്.
അങ്ങനെ ഒരു മാറ്റ് വിരിച്ചു. മോളെ ഡ്രസ്സൊക്കെ ചെയ്ത് വന്നുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഈ ഒരു ഡ്രസ്സ് ഫസ്റ്റ് കോസ്റ്റ്യൂം ഈ ഒരു റെഡ് ഡ്രസ്സായിരുന്നു. ഇതിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു മോളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ആദ്യം ഇട്ടു. പിന്നെ ഇവക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക പിള്ളേർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും, ഹെയർ ബാൻഡോ തലയിലൊരു ക്ലിപ്പ് ഇടുന്നതോ അങ്ങനത്തെ ഒന്നും നമുക്ക് ഇഷ്ടമേ അല്ല. എങ്ങനെയല്ലോ ഇട്ട് കൊടുത്തതാണ്. ഇതിപ്പോൾ 2 മിനിറ്റ് കഴിയുമ്പോൾ ഓളനെ ഊരിച്ചാടും ഇത്. അപ്പം അങ്ങനെ മോളെ അവിടെ ഇരുത്തി. കുറച്ച് സങ്കടമൊക്കെ ആയിരുന്നു, കാരണം ആൾക്കാരെ കാണുമ്പോൾ പെട്ടെന്ന് ഇവള് നമ്മളെ വീട്ടിലുണ്ടാവുന്ന മൂഡേ ആയിരിക്കില്ല, പെട്ടെന്ന് ഇവളെ മൂഡ് മാറാറുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കുറേയൊക്കെ കളിച്ച് അധികം അങ്ങനെ അലമ്പാക്കി. ഓക്കെ, അങ്ങനെ അലമ്പങ്ങനെ അധികമൊന്നും ആക്കിയിട്ടില്ല. പക്ഷെ നല്ല ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് എല്ലാ ഫോട്ടോ ആഡ് ചെയ്യാം. നല്ല കുറേ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കോസ്റ്റ്യൂമിൽ. അങ്ങനെ ചേട്ടൻ അങ്ങനെ കുറേ നേരം കുഞ്ഞിനെ സാറില്ല മെല്ലനെ എടുത്താൽ മതി, ധൃതി പിടിക്കണ്ട എന്നുള്ള രീതിയിൽ കുഞ്ഞിൻ്റെ മൂഡിനനുസരിച്ചല്ലേ നമുക്ക് നല്ല ഫോട്ടോസ് നല്ല ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കണ്ടോ, ഈ സമയമൊക്കെ ആയപ്പോൾ നല്ലോണം ചിരിച്ചു തുടങ്ങി മോള്. അപ്പം അങ്ങനെ ഈ ഒരു റെഡ് ഡ്രസ്സിൻ്റെ കോസ്റ്റ്യൂം എനിക്ക് ഈ ഒരു 3 ഡ്രസ്സായിരുന്നു നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട്. അതിൽ എനിക്ക് ഫോട്ടോസിലായാലും അതുപോലെ തന്നെ ഇട്ടിട്ടായാലും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കോസ്റ്റ്യൂമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു ഇതിൽ കാണാൻ വേണ്ടിയിട്ട്, ഭയങ്കര ക്യൂട്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ മൂഡ് മാറും, ഇടയ്ക്ക് ഇങ്ങനെ ചിരിപ്പിക്കുമ്പോൾ ചിരിക്കും, അങ്ങനെ 2 മൂഡിലായിരുന്നു. പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ആ സമയത്ത് വലിയ ചൂട് തുടങ്ങിയിട്ടില്ല. നമ്മൾ ഈ ഫോട്ടോഷൂട്ട് ചെയ്ത സമയത്ത് വലിയ ചൂട് തുടങ്ങാത്ത കാരണം തന്നെ നമ്മൾ കുറച്ചും കൂടി കുഞ്ഞായാലും കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരുന്നു. രാവിലത്തെ ഉച്ചക്കത്തെ സമയമല്ലേ, സാധാരണ ഇവിടെ വെയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നേരത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മളെ സെക്കൻഡ് പർപ്പിൾ ഡ്രസ്സ്. ഈ ഡ്രസ്സിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഒരു ബലൂണൊക്കെ സെറ്റ് ചെയ്തത്. പക്ഷേ ബലൂൺ അൺഫോർച്ചുനേറ്റ്ലി അത് പോയി, പറഞ്ഞിട്ട് കാര്യമില്ല, അത് പോകേണ്ട ബലൂണായിരിക്കും. പക്ഷേ ചേട്ടൻ അത് എഡിറ്റ് ചെയ്ത് കയറ്റിയുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ചേട്ടൻ്റെ വൈഫും മോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോഷൂട്ടിന്, ഭയങ്കര സപ്പോർട്ടീവായിരുന്നു വൈഫും എല്ലാം. അത് പറയാതിരിക്കാൻ വയ്യ, അവരും നമ്മളെ കുറേ കംഫർട്ടബിൾ ആക്കുന്നുണ്ടായിരുന്നു ഈ ഒരു നല്ലൊരു ഫോട്ടോ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഒരു ഡ്രസ്സ് ഇട്ടപ്പോൾ മോൾക്ക് തീരെ പിടിച്ചില്ല, കാരണം ഇവൾക്ക് ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇഷ്ടേ അല്ല. ഇങ്ങനെ നെറ്റുള്ള സംഭവങ്ങളൊന്നും മാക്സിമം ഡ്രസ്സ് ഇടാണ്ട് നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് അത്രയും സന്തോഷം. പക്ഷേ ഡ്രസ്സ് ഇടുന്നതേ ഇഷ്ടമല്ല. പക്ഷേ ഈ ഒരു എന്താ പറയുക നെറ്റിൻ്റെ ഡ്രസ്സ് വന്നപ്പം ആകെ എന്തെല്ലോ ആയിപ്പോയി. അപ്പോൾ അതിൽ 2-3 ഫോട്ടോ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ ആ ഡ്രസ്സ് ഊരി കുറച്ച് നേരം ഇങ്ങനെ കളിപ്പിച്ച് മോളെ നല്ലൊരു മൂഡിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അതാണ് ഈ ഒരു സീൻസൊക്കെ. കുറച്ച് നേരം അവളിങ്ങനെ വേറെ കുറേ കാര്യങ്ങളിൽ എൻഗേജ് ആക്കി. പിന്നെ ഹെയറൊക്കെ ഒന്ന് കോംബ് ചെയ്ത് കൊടുത്തു. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ കളഞ്ഞു. എന്ന് വെച്ചാൽ നമ്മൾ അടുപ്പിച്ച് ഡ്രസ്സ് മാറ്റി ചടപടാന്ന് എടുക്കുകയാണെങ്കിൽ കുഞ്ഞിന് തന്നെ ഒരു ഇത് തോന്നും, കാരണം സംതിങ് എന്തോ ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് അവൾ പിന്നെ ഫുൾ ടൈം കരച്ചിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞു, ചേട്ടനും ഈ ഫോട്ടോ എടുക്കുന്ന ചേട്ടനും പറഞ്ഞു റിലാക്സ് ചെയ്തിട്ട് മെല്ലെ നമുക്ക് എടുത്താൽ മതി, ടൈമുണ്ട്, ഇഷ്ടം പോലെ ടൈമുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഭയങ്കര കംഫർട്ടബിളായിരുന്നു ചേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഫോട്ടോസ് ആയിരുന്നു കേട്ടോ കിട്ടിയത്. എല്ലാ ഫോട്ടോ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിൽ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ കുറച്ച് സിംഗിൾ ഫോട്ടോസ് എടുത്തു. നമ്മൾ പിന്നെ എന്തായാലും ഫോട്ടോ എടുക്കുന്നല്ലേ, പിന്നെ നമ്മളതും കൂടെ എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ കുറച്ച് ഞാനും എടുത്തു. പിന്നെ ഏട്ടൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഏട്ടന് പിന്നെ ഒരു ഫോട്ടോ എന്താ പറയുക, എവിടെ ക്യാമറ ഉണ്ടോ അവിടെ പോയി നിൽക്കും എന്ന് പറഞ്ഞ പോലെ ഭയങ്കര എന്താ പറയുക, ഫോട്ടോസ് എന്ന് പറയുന്നതും ഈ സോഷ്യൽ മീഡിയനോട് ഭയങ്കര ഒരു കമ്പാണ് ഏട്ടൻ. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ കുറേ ഫോട്ടോസ് യൂഷ്വലി എടുക്കാറുണ്ട്. അപ്പോൾ ചേട്ടൻ കൂടി വന്നപ്പം കുറേ ഫോട്ടോസ് ഞാനും എടുപ്പിച്ചു, ഹസ്ബൻഡും കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഏട്ടനും മാത്രം മോളെ മാറ്റി നിർത്തിയിട്ട് നമ്മളെപ്പോഴും ഉള്ള പോലെ തന്നെ പണ്ട് ഒക്കെ എടുക്കുന്ന പോലെ ഞാനും ഏട്ടനും മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യാം. ആൻഡ് ദിസ് ഈസ് ദ 3rd കോസ്റ്റ്യൂം. ഇതൊരു ഡെനിം ഡ്രസ്സാണ്. ഈ ഒരു ഡ്രസ്സിൽ നമ്മളെ കൂടെ കുഞ്ഞിന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് ഞാൻ ചൂസ് ചെയ്തത്. ഇത് നല്ല ക്യൂട്ട് ഡ്രസ്സായിരുന്നു. ഇത് കുഞ്ഞിന് വലിയ എന്താ പറയുക, ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ അവൾ കംഫർട്ടബിൾ ആയിരുന്നു ഈ ഡ്രസ്സിൽ, കാരണം നല്ലൊരു ഡെനിം ക്ലോത്താണത്. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ആ ഒരു ഡ്രസ്സ് എന്തോ സംഭവം എൻ്റെ മേലുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ഡ്രസ്സിൽ അവൾ നന്നായിട്ട് ചിരിച്ചൊക്കെ നിന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മുടെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് മോള് അപ്പോൾ തന്നെ ഉറക്ക് വന്നു. അങ്ങനെ നേരെ വണ്ടി കയറി ജസ്റ്റ് ഫീഡ് ചെയ്തപ്പോൾ തന്നെ കുഞ്ഞ് ഉറങ്ങി തുടങ്ങി.
അങ്ങനെ നമ്മളിതേ തിരിച്ച് ഇത് ഏകദേശം സന്ധ്യയായി ഇറങ്ങിയപ്പം വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയതിന് ശേഷമാണ് മോൾ എണീറ്റത്. അതുവരെ നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ ഇതൊരു നമ്മളെ ഒരു ഡേ വ്ളോഗാണ്. കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് മുന്നേ ഉള്ള ഒരു കുഞ്ഞു വ്ളോഗ്. എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.